പ്രൈസ് ലോർഡ്. ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ സായാഹ്നത്തിൽ നിങ്ങളെല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കാലുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന്. കാലുകൾ ശക്തമല്ല എങ്കിൽ നമുക്ക് നടക്കുവാൻ കഴിയത്തില്ല, കയറ്റങ്ങൾ കയറുവാൻ കഴിയത്തില്ല, ഓടാൻ കഴിയത്തില്ല. എന്നാൽ കാലുകൾ ശക്തമല്ല എങ്കിൽ ഈ കാലുകളെ ശരീരം എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അപ്രകാരം ഒരു മനുഷ്യനെയാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. ഈ മനുഷ്യനെ ചിലർ പൊക്കിയെടുത്തുകൊണ്ട് ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ കീഴിൽ ഇരുത്തിയിരിക്കുകയാണ്. ഈ മനുഷ്യന് നടക്കുവാൻ കഴിയത്തില്ല, കാലുകളുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ്റെ കാലുകൾ അതിൻ്റേതായ ദൗത്യം നിർവഹിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ശരീരം കാലിനെ എടുത്തുകൊണ്ട് നടക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ മനുഷ്യൻ ജനിച്ചപ്പോൾ തന്നെ ഈ കാലുകൾ ആ മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ശരീരം വളരും തോറും ഈ മനുഷ്യൻ്റെ കാലുകൾക്ക് ബലം പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ കാലുകൾ ഉപയോഗശൂന്യമാകേണ്ടിയായിത്തീർന്നു. ഇതുപോലെ തന്നെയാണ് നാം ക്രിസ്തുയേശുവിൽ ജനിക്കുമ്പോൾ, നാം പുതുതായി ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നിട്ടുണ്ട്. എന്നാൽ നാം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ ജ്വലിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉപയോഗിക്കുവാനോ നമുക്കതിൻ്റെ ഗുണത്തിലേക്ക് കടക്കുവാനോ കഴിയത്തില്ല.